ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വിഷുവിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്ന കാണണേ. ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണണേ. ചെയിൻ സ്റ്റിച്ച് ആദ്യമായിട്ട് നമ്മളൊരു ബ്ലൗസോ അല്ലെങ്കിൽ ഒരു കുർത്തിയോ ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ തന്നെ കാണാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് ബീഡ്സൊക്കെ ഒന്ന് മാനേജ് ചെയ്യണം കയ്യിൽ. അതിന് വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സും റൗണ്ട് ബീഡ്സും ഒക്കെ കുറച്ച് അധികമായിട്ട് നമ്മൾ ലോഡ് ചെയ്തെടുത്തിട്ട് എങ്ങനെ ഓരോന്ന് അല്ലെങ്കിൽ ഓരോ ബീഡ്സും സ്റ്റിച്ച് ചെയ്യേണ്ട രീതി, എത്ര എണ്ണം സ്റ്റിച്ച് ചെയ്യണം ഒരു സമയത്ത് എന്നൊക്കെയാണ് ഈ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ പോലെ തന്നെ സെറി ത്രെഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ റൗണ്ട് ബീഡാണ് ആദ്യം എടുത്തേക്കുന്നത്. വുഡൻ നീഡിൽ എടുത്തിട്ടുണ്ട്. ഈ ബീഡ്സും നീഡിലും സെറി ത്രെഡും എല്ലാം ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സെറി ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വുഡൻ നീഡിലിനകത്ത് കുറച്ചധികം ബീഡ്സ് ലോഡ് ചെയ്തെടുക്കണം. അതിന് ശേഷമായിരിക്കും ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് അത്രയും ബീഡ്സ് ലോഡ് ചെയ്താൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നും കൂടാണ് നമ്മളിതിലൂടെ പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഒരു സ്റ്റിച്ച് കുത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകളിലേക്ക് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം. ലോക്ക് സ്റ്റിച്ച് എല്ലായിടത്തും ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ മറക്കരുത്. പ്രത്യേകിച്ച് ബീഡ്സൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം ലോക്ക് സ്റ്റിച്ച് കൊടുത്താലേ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഒരു ബെൻഡ് വന്നാലും ഒക്കെ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ലോക്ക് സ്റ്റിച്ച് കൊടുത്തിരിക്കണം. ഇതിപ്പോൾ ലൈൻ ഇട്ടേക്കുന്നത് എന്തൊക്കെയാണെന്നുള്ള കാര്യം മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ബ്ലൗസിനൊക്കെ നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുമല്ലോ, ആ മാർക്ക് ചെയ്തേക്കുന്നത് ഉദ്ദേശിച്ചിട്ടാണ് ലൈൻ ഇട്ടിപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ കുറച്ച് ബീഡ്സ് ആദ്യം നമ്മൾ വുഡൻ നീഡിലിൽ ഒന്ന് ലോഡ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് റൗണ്ട് ബീഡ്സ് ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സാധാരണ നീഡിൽ പിടിക്കുന്ന പോലെ തന്നെ അവസാനത്തെ 2 വിരലുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും കൂടുതലും നമ്മൾ ബീഡ്സൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ത്രെഡിനകത്തേക്ക് തള്ളി ഇടുന്നതും ഒക്കെ അവസാനത്തെ 2 വിരലുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ റൗണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോന്നായിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്. റൗണ്ട് ബീഡും കട്ട് ബീഡും നമ്മൾ ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടുള്ളൂ. എളുപ്പത്തിന് 2-3 എണ്ണം ഒരുമിച്ചിടരുത്, ലൂസായി പോവേ. അപ്പോൾ ഓരോന്നായിട്ട് നമ്മൾ ആ വിരൽ ഉപയോഗിച്ചിട്ട് നീഡിൽ ആ ത്രെഡിലേക്ക് തള്ളിയിട്ട് അടുപ്പിച്ച് നീഡിൽ ഉപയോഗിച്ച് തന്നെ ബീഡ്സിനെ കുറച്ച് പുറകോട്ട് തള്ളി വെച്ച് താഴ്ന്ന് ത്രെഡ് വലിച്ചെടുക്കണം. അപ്പോൾ ആ ബീഡ് അവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കുറച്ച് പതുക്കെ ചെയ്തെടുക്കണം. ഞാനൊരു ബീഡ് തള്ളി ഇടുന്നുണ്ട്. എന്നിട്ട് ആ നീഡിൽ ഉപയോഗിച്ചിട്ട് പുറകോട്ട് തള്ളിയതിന് ശേഷമാണ് താഴ്ന്ന് ത്രെഡ് കുത്തിയെടുക്കുന്നത്. വീണ്ടും ബീഡ് ഇടുക, പുറകോട്ട് തള്ളുക, താഴ്ന്ന് കുത്തിയെടുക്കുക. വളരെ പതുക്കെ ചെയ്തെടുക്കണം, ബീഡ് ഊരിപ്പോവും. അതിന് സാരമൊന്നുമില്ല, ബീഡൊക്കെ ഊരിപ്പോകുന്നത് നമ്മൾ ആദ്യമായിട്ട് പഠിച്ചെടുക്കുകയാണ്. കുറച്ച് സമയം എടുത്ത് തന്നെ പഠിക്കണം കേട്ടോ. അപ്പോൾ ഒരു ബീഡ് ഇട്ടു, ഞാൻ താഴ്ന്നൊരു സ്റ്റിച്ച് കുത്തിയെടുക്കുന്നുണ്ട്. വീണ്ടും ഓരോ ബീഡേ ഇടാവൂ. അവസാനത്തെ 2ാമത്തെ വിരലിലാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. താഴ്ന്ന് കുത്തിയെടുക്കണം. ഇതുപോലെ നമുക്ക് ചെയിനായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബെൻഡായിട്ടോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. ബെൻഡായിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടേ ബെൻഡ് ചെയ്യാവൂ. അല്ലെങ്കിൽ ആ ബെൻഡ് കോൺ ഭാഗമൊക്കെ എഡ്ജ് ഭാഗം കറക്റ്റായിട്ട് ഷേപ്പ് വരത്തില്ല. നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ വീണ്ടും രണ്ടാമത് ഒന്നുകൂടെ കുറച്ച് ബീഡ്സുകൾ ലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടെ താഴേക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചധികം ടൈം നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ചെയിൻ സ്റ്റിച്ചോ കാര്യങ്ങളോ ഒക്കെ പ്രാക്ടീസ് നമ്മൾ ആദ്യമേ കുറച്ചാൾ ചെയ്തില്ലെന്ന് വരുത്തിയിട്ട് ഒരു കുഴപ്പമില്ല. കാരണം ഈ ബീഡ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് അതിനകത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആ ചെയിൻ സ്റ്റിച്ചൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി പഠിക്കാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, ഊരിപ്പോയൊക്കെ ചെയ്യും ബീഡ്സ്, ഒരു കുഴപ്പമില്ല. പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും എൻഡിനോട് ഇടാൻ പ്രാക്ടീസ് ചെയ്യുക, ബീഡ്സ് ഹാൻഡിൽ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. ഊരിപ്പോകുന്നതൊന്നും ഒരു പ്രശ്നമല്ല. വീണ്ടും നമ്മൾ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് റൗണ്ട് ബീഡ് കുറച്ചൊന്ന് പ്രാക്ടീസായി കഴിയുമ്പോഴത്തേക്ക് ഷുഗർ ബീഡ്സ് ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കണം. ഷുഗർ ബീഡ്സ് കുറച്ച് ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അത് പെട്ടെന്ന് ഊരി വരും. അപ്പോൾ വിരൽ കുറച്ചുകൂടെ നമ്മളൊന്ന് മാനേജ് ചെയ്യാൻ, അതിനെ ഒന്ന് ടൈറ്റാക്കി പിടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വിരൽ കുറച്ചൊന്ന് നീഡിലിൻ്റെ താഴോട്ട് പിടിച്ചിട്ട്
2 ഷുഗർ ബീഡ്സ് ഏറ്റവും മാക്സിമം നമുക്ക് 2 ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഏറ്റവും നല്ലത് ഓരോ ബീഡിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല ടൈറ്റായിട്ടിരിക്കും. ഇപ്പോൾ പഠിച്ച് തുടങ്ങുമ്പോഴൊക്കെ ഓരോ ബീഡ് ഇടണമെന്ന് നിർബന്ധമില്ല. 2 ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം, അതിന് പ്രശ്നമില്ല. 2 കൂടുതൽ ബീഡ്സ് ഒരിക്കലും ഇടരുത്, അത് ഒരുപാട് ലൂസായി പോവും. കേട്ടോ, ഞാൻ ഏറ്റവും താഴത്തെ വിരൽ ഉപയോഗിച്ചിട്ടാണ്, ഏറ്റവും 4ാമത്തെ വിരൽ ഉപയോഗിച്ചിട്ടാണ് ബീഡ് ഞാൻ പിടിച്ചേക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് കുഞ്ഞു വിരൽ കൊണ്ടാണ് ഞാൻ ആ ബീഡ് ത്രെഡിലേക്ക് തള്ളിയിട്ട് കൊടുക്കുന്നത്. അഥവാ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ വിരലായിരിക്കും ഞാൻ ആ ബീഡ് ഇടാൻ വേണ്ടി എടുക്കുന്നത്. അതിനുശേഷം നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും നീഡിലും കൊണ്ട് ഞാൻ ആ ബീഡ്സിനെ പുറകോട്ട് തള്ളി പിടിക്കുന്നുണ്ട്. അതിനുശേഷമാണ് താഴ്ന്ന് നൂല് ഞാൻ കുത്തിയെടുക്കുന്നത്. അങ്ങനെ തള്ളി പിടിക്കുമ്പോഴായിരിക്കും കറക്റ്റ് ടൈറ്റായിട്ടിരിക്കുക, ഇല്ലെങ്കിൽ അവിടെ ത്രെഡ് ലൂസ് വരും. അങ്ങനെ ലൂസ് വരാതിരിക്കാൻ ബാക്കിലോട്ടൊന്ന് തള്ളി പിടിച്ചതിന് ശേഷം വേണം താഴ്ന്ന് ത്രെഡ് കുത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം സ്ട്രെയിറ്റ് ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കുക. അതിനുശേഷം നമുക്ക് ബെൻഡായിട്ടും വളവ് ആയിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. തൊട്ട് സൈഡിൽ തന്നെ ഞാനൊരു ലീഫും കാര്യങ്ങളും ഒരു സ്റ്റെമ്മും ഒക്കെ ആയിട്ട് ഷുഗർ ബീഡ്സും കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കാണുന്നുണ്ടായിരിക്കും വീഡിയോയിൽ. അപ്പോൾ അതുപോലൊക്കെ നമുക്ക് ഷുഗർ ബീഡ്സ് ഒരുപാട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. റൗണ്ട് ബീഡ് പോലല്ല, കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും നമുക്ക് ഒരുപാട് രീതിയിൽ ഈ പറഞ്ഞ പോലെ ഫ്ലവേഴ്സ്, സ്റ്റെമ്മ്, ലീഫ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇത് രണ്ടും ഉപയോഗിക്കാം. അന്നേരമൊക്കെ സ്റ്റെമ്മൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓരോന്ന് ഇട്ട് വേണം അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. സ്ട്രെയിറ്റ് ലൈൻ പോലെ അല്ലല്ലോ, നല്ല ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ലീഫൊക്കെ ആകുമ്പോൾ 4 വെച്ചിട്ട് ഒക്കെ സ്റ്റിച്ച് ചെയ്യും. ലോഡിങ് സ്റ്റിച്ചും ഷുഗർ ബീഡ്സ് കൊണ്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ലോഡിങ് സ്റ്റിച്ച് ഷുഗർ ബീഡ്സ് മാത്രമല്ല, സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ടും കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതലായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചധികം ബീഡ്സ് നമുക്ക് ഒരുമിച്ചൊക്കെ ഇട്ട് ചെയ്യാൻ പറ്റും, ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുകൊണ്ട് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും ഒക്കെ ചെയ്ത് പഠിക്കണം. ലോഡിങ് സ്റ്റിച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഹാൻഡിൽ ചെയ്യാനൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു തവണ കട്ട് ബീഡ്സ് അല്ല, ഇത് 2 ബീഡ്സ് ആണ്, അത്ര ചെറുതല്ല, അതും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റൗണ്ട് ബീഡ്സ് പോലെ ഓരോന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2-3 ഒരുമിച്ചൊന്നും ഇടരുത്. ഓരോന്ന് ഇട്ടാലേ കറക്റ്റ് ടൈറ്റായിട്ടിരിക്കത്തുള്ളൂ. 2 ബീഡ്സ് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. റൗണ്ട് ബീഡ് പോലെ കുറച്ച് വലിപ്പം ഉള്ളത് കൊണ്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാനും കുറച്ച് എളുപ്പമാണ്. സൈസ് കുറച്ച് ചെറുതാണ്, എന്നാലും ഹാൻഡിൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഏതൊരു സമയത്ത് ഏതൊരു ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഓരോ ലൈൻ എടുത്താലും ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ മറക്കരുത്. ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് തന്നെ ചെയ്യാവൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊട്ടും മറന്നു പോകരുത്. ഇതിന് മുന്നത്തെ വീഡിയോ ഇട്ടപ്പോഴെല്ലാം ഞാൻ പറയുന്നുണ്ടായിരുന്നു. നമുക്കിത് ശീലമില്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും മറന്നു പോകും. അപ്പോൾ നേരത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനത് മറന്നു പോകുന്നുണ്ട്. ഇത്തവണ ഞാനത് ഓരോ ബീഡ്സും സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ലോക്ക് സ്റ്റിച്ച് ഓർത്ത് ഞാൻ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഓരോന്നും ചെയ്തെടുത്തത്. അപ്പോൾ ഓരോ 2 ബീഡായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വിഷുവിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഒന്ന് പഠിച്ച് തുടങ്ങിയിട്ടുള്ളത്. അതായത് ആരി വർക്ക് ഒട്ടും അറിയാത്തവർക്ക് നമുക്ക് ഈ വിഷുവിന് ഇതൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് പഠിച്ചാലേ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ പഠിക്കാൻ എല്ലാ കാര്യങ്ങളും പഠിക്കണം. എല്ലാ ഡിസൈനും ചെയ്യാൻ പഠിക്കണമെങ്കിൽ എല്ലാ സ്റ്റെപ്സും എല്ലാ ട്രിക്സും പഠിച്ചേ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഡ്രസ്സൊന്ന് ഡിസൈൻ ചെയ്യണം. പെട്ടെന്ന് ഇപ്പോൾ ഒരു വിഷു വന്നു, ഓണം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നു, നമുക്കൊരെണ്ണം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിടുക എന്ന് വെച്ചാൽ നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. അതുകൊണ്ട് സിമ്പിളായിട്ട് അധികം നൂലാമാലകളൊന്നും ഇല്ലാണ്ട് കുറച്ച് ഐറ്റംസ് മാത്രം, അല്ലെങ്കിൽ കുറച്ച് സ്റ്റിച്ചുകൾ, ബേസിക് ചെയിൻ സ്റ്റിച്ച് മാത്രം ഉപയോഗിച്ചിട്ട് ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത രീതിയിൽ എങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഞാനിവിടെ നിങ്ങൾക്കും കൂടെ ഒന്ന് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ വീഡിയോ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണുന്നവരാരും കമൻറ്റ് ചെയ്യാറില്ല, സപ്പോർട്ടും ഭയങ്കര കുറവാണ്. നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക. നമ്മൾ എല്ലാവരും താല്പര്യമുണ്ടല്ലോ, നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുക്കണമെന്ന് താല്പര്യമുള്ളവരാണല്ലോ. ഞാനും പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും വിഷുവിന് മുന്നേ തന്നെ പാറ്റേണൊക്കെ എങ്ങനെ മാർക്ക് ചെയ്യണം, നെക്കൊക്കെ എങ്ങനെ മാർക്ക് ചെയ്യണം,
അതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനും കാര്യങ്ങളും ഞാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങളായിട്ടുള്ള വീഡിയോകളൊക്കെ ഉടനെ ഇടുന്നതായിരിക്കും. മെറ്റീരിയൽസൊക്കെ ഞാൻ ഇപ്പോഴത്തേക്കും ഓൺലൈനിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ റിവ്യൂ ഒക്കെ ഉടനെ ഇടുന്നതായിരിക്കും. ഇവിടെ എനിക്ക് മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി കുറച്ച് കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ മെറ്റീരിയൽസൊക്കെ എങ്ങനെയാണ് വാങ്ങിക്കുന്നത് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിന് മുന്നേ ഉള്ള എൻ്റെ ഷോർട്സും ലോങ് വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക. ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും ലിങ്ക്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.